നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 7 ദിവസം നീണ്ടു നിൽക്കുന്ന പിണറായി പെരുമക്ക് തിരിതെളിഞ്ഞു. ലോകം മുഴുവൻ പിണറായിയിലേക്ക് ഉറ്റുനോക്കുന്ന പരിപാടിയായി പെരുമ മാറിയെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. ഇനി പിണറായി ദേശത്ത് ആഘോഷരാവ്. ട്രഷർ ഹണ്ട് മോഡലിൽ MDMA വിൽപ്പന. 2 യുവാക്കൾ എക്സൈസ് കസ്റ്റഡിയിൽ. മയക്കുമരുന്ന് ഒളിച്ചുവെച്ച സ്ഥലത്തെ ഫോട്ടോ അയക്കുന്ന പുത്തൻ രീതി കണ്ണൂരിൽ ഇതാദ്യം. ദേശീയപാത വികസനം ദുരിതം താണ്ടി ഇളയാവൂർ കാട്ടുമൽച്ചിറ നിവാസികൾ. ചെളി നിറഞ്ഞ റോഡിലൂടെ കടന്നുപോവുക അതികഠിനം. കാലവർഷം തുടങ്ങുകയും സ്കൂൾ തുറക്കുകയും ചെയ്താൽ ദുരിതം ഇരട്ടിയാകും. വാർത്തകൾ വിശദമായി. 7 ദിവസം നീണ്ടു നിൽക്കുന്ന പിണറായി പെരുമ മെഗാ ഷോ തുടങ്ങി. പിണറായി കൺവെൻഷൻ സെന്ററിന് സമീപമുള്ള മെഗാ ഷോ നഗരിയിൽ ദേവസ്വം പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിലവിളക്ക് കൊളുത്തി പിണറായി പെരുമ സർഗവസന്തം ഉദ്ഘാടനം ചെയ്തു. പിണറായി എന്ന ഗ്രാമത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമായിട്ടല്ല ഇന്ന് ലോകം മുഴുവൻ തന്നെ ശ്രദ്ധിക്കുന്ന പരിപാടിയായി പെരുമ മാറിയെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. എട്ട് മുതൽ 21 വരെ വ്യത്യസ്ത പരിപാടികളോടെയാണ് ഈ പെരുമാറുകളെ ആഘോഷിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മുടെ നാടിന്റെ എല്ലാ നന്മകളും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ നടക്കുകയാണ്. അതിനെതിരായിക്കൊണ്ടുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയും ചെയ്ത നാടാണ് നമ്മുടേത്. മനുഷ്യന്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി മാറ്റമുണ്ടാക്കുന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇന്ന് ഏതൊരു മലയാളിക്കും അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി ഈ കൊച്ചു കേരളം വ്യത്യസ്തമായി കൊണ്ട് എല്ലാ രംഗത്തും മുന്നേറുന്ന അവസ്ഥ നാം കാണുന്നുണ്ട് എന്നും ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ നയങ്ങളാണ് കൂടുതൽ അസമത്വങ്ങൾ സൃഷ്ടിക്കാൻ ഇടവന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ അധ്യക്ഷത വഹിച്ചു. സജീവ് മാറോളി, അഡ്വക്കേറ്റ് P പ്രദീപൻ, V ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. T ഷബിന, NP താഹിർ, കല്യാട്ട് ചന്ദ്രൻ, മുഹമ്മദ് അഫ്സൽ, T നിസാർ, CM സജിത, PV പ്രേമവല്ലി, A ദീപ്തി എന്നിവർ പങ്കെടുത്തു. രൂപ രേവതി വയലിൻ ഫ്യൂഷനുമായി അരങ്ങിലുമെത്തി. ചിറക്കൽ കടലായി ശിവേശ്വര ക്ഷേത്രത്തിന് സമീപം വീടിന് മുകളിൽ കൂറ്റൻ മരം കടപുഴകി വീണു. ഇന്നലെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് മരം കടപുഴകിയത്. തെക്കൻ പവിത്രന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. മയിൽ പ്രീമിയർ ലീഗ് ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനൽ മത്സരം 19 ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി മാധവൻ നമ്പൂതിരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ സമ്മാനദാനം V ശിവദാസൻ MP നിർവഹിക്കും. എയ്സ് ബിൽഡേഴ്സ് മയിലും നാച്ചുറൽ സ്റ്റോൺ പാർക്ക് പാടിക്കുന്നും തമ്മിലാണ് ഫൈനൽ മത്സരം. മയിലിൻ്റെ സമസ്ത മേഖലകളിലും ഇതിനോടകം ഇടപെടാൻ സാധിക്കുന്ന തരത്തിൽ ഒരു ശക്തമായിട്ടുള്ള കലാ, കായിക, സാംസ്കാരിക, വിദ്യാഭ്യാസ രംഗങ്ങളിലൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു മുദ്ര പതിപ്പിച്ച പവർ ക്രിക്കറ്റ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മയിൽ പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന പ്രഥമ ക്രിക്കറ്റ് ടൂർണമെൻറ്റ്. നമ്മൾ സാധാരണ ഇപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്രിക്കറ്റ് മാച്ചാണ് IPL ഇന്ത്യയിൽ. അതിൻ്റെ ഒരു ചുവട് പിടിച്ചിട്ട് നമ്മൾക്കും അങ്ങനെ ഒരു മത്സരം സംഘടിപ്പിച്ചാലോ എന്നുള്ളൊരു ആലോചന. മറ്റ് പവറിൻ്റെ നേതൃത്വത്തിൽ സ്ഥിരമായിട്ട് എല്ലാ വർഷവും ക്രിക്കറ്റ് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കാറുണ്ട്. അതിന് പുറമെ അത് 20 ഓവർ മത്സരമാണ്. പക്ഷേ ഈ വർഷം നമ്മൾ ഇങ്ങനൊരു 4 ടീമുകളെ നമ്മൾ കണ്ടെത്തി ആ 4 ടീമുകളെയും സ്പോൺസർഷിപ്പിലൂടെ ലേലം ചെയ്ത് കളിക്കാരെ കൊള്ളുകയും അങ്ങനെ വലിയ ഒരു ശക്തമായ ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വലിയ സംഘടിതമായിട്ടുള്ള ഒരു ശ്രമം നടത്തി 30 ഓവർ മാച്ചാണ് ഈ ഒരു ടൂർണമെൻറ്റിലൂടെ നമ്മൾ സംഘടിപ്പിക്കുന്നത്. മയിലേക്ക് ഈ കായിക പ്രേമികൾക്ക് നമ്മൾ കൊണ്ടുവരുന്ന വിശിഷ്ടാതിഥി എന്ന് പറയുന്നത് കണ്ണൂരിൽ ബഹുമാനപ്പെട്ട രാജ്യസഭാ MP ഡോക്ടർ V ശിവദാസാണ്. ഡോക്ടർ V ശിവദാസ് MP അന്ന് ഉച്ചയ്ക്ക് 1:30 മണിക്ക് നടക്കുന്ന ഇതിൻ്റെ സമാപന സമ്മേളനത്തിൽ മത്സര വിജയികളുള്ള സമ്മാനദാനം നിർവഹിക്കും. പിന്നെ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് ഈ മത്സരങ്ങളിൽ ഏറ്റവും വിന്നേഴ്സിനും റണ്ണേഴ്സിനും നമ്മൾ ട്രോഫികൾ സമ്മാനിക്കും. അതോടൊപ്പം മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരമുണ്ട്, മികച്ച ബൗളറുണ്ട്, മികച്ച ബാറ്ററുണ്ട്, മികച്ച ഫീൽഡറുണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ മികച്ച വിക്കറ്റ് കീപ്പറുണ്ട്, ഏറ്റവും നല്ല ഫീൽഡർ. ഓരോ വിഭാഗത്തിൽ നമ്മൾക്കിങ്ങനെ മത്സര ജേതാക്കൾക്കുള്ള ട്രോഫികളും സമ്മാനത്തുകയും
നൽകാനായിട്ട് മുന്നോട്ട് വന്ന ഏറ്റവും നല്ല സുമനസ്കരായിട്ടുള്ള വലിയ മഹാരഥന്മാരുടെ അവരുടെ സ്മരണയ്ക്ക് വേണ്ടി അവരുടെ കുടുംബാംഗങ്ങൾ നമ്മളോടൊപ്പം ഇതിന് ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആയനത്ത് ചന്ദ്രശേഖരൻ നമ്പ്യാർ സ്മാരക വിന്നേഴ്സ് ട്രോഫിക്കും എം ബാലകൃഷ്ണൻ മാസ്റ്റർ സ്മാരക റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള മയിൽ പ്രീമിയർ ലീഗ് ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനൽ മത്സരമാണ് മെയ് 19 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ ഇടൂഴി മാധവൻ നമ്പൂതിരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തുന്നത്. എയ്സ് ബിൽഡേഴ്സ് മയിലും നാച്ചുറൽ സ്റ്റോൺ പാർക്ക് പാടിക്കുന്നും തമ്മിലാണ് ഫൈനൽ മത്സരം. ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന സമാപന സമ്മേളനത്തിൽ രാജ്യസഭാ MP ഡോക്ടർ വി ശിവദാസ് വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കും. ടൂർണമെന്റ് സംഘാടക സമിതി ചെയർമാൻ രാധാകൃഷ്ണൻ മാണിക്കോത്ത്, കൺവീനർ ബാബു പണ്ണേരി, രാജു പപ്പാസ്, ഹാഷിം VP, ഷിനോയ് P, സുജേഷ് T, ഷൈജു TP എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. താഴെ ചൊവ്വയിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് നടന്ന അപകടം ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. അപകടം രാവിലെ 7 മണിയോടെ. മരിച്ചത് ചാലാട് പന്നേമ്പാറയിലെ VC സബിൻ. ഇനി വാർത്തയിൽ ഒരിടവേള. ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 7 ദിവസം നീണ്ടു നിൽക്കുന്ന പിണറായി പെരുമക്ക് തിരിതെളിഞ്ഞു. ലോകം മുഴുവൻ പിണറായിയിലേക്ക് ഉറ്റുനോക്കുന്ന പരിപാടിയായി പെരുമ മാറിയെന്ന് മന്ത്രി K രാധാകൃഷ്ണൻ. ഇനി പിണറായി ദേശത്ത് ആഘോഷരാവ്. ട്രഷർ ഹണ്ട് മോഡലിൽ MDMA വിൽപ്പന. 2 യുവാക്കൾ എക്സൈസ് കസ്റ്റഡിയിൽ. മയക്കുമരുന്ന് ഒളിച്ചുവെച്ച സ്ഥലത്തെ ഫോട്ടോ അയക്കുന്ന പുത്തൻ രീതി കണ്ണൂരിൽ ഇതാദ്യം. ദേശീയപാത വികസനം ദുരിതം താണ്ടി എളയാവൂർ കാട്ടുമൽച്ചിറ നിവാസികൾ. ചെളി നിറഞ്ഞ റോഡിലൂടെ കടന്നുപോവുക അതികഠിനം. കാലവർഷം തുടങ്ങുകയും സ്കൂൾ തുറക്കുകയും ചെയ്താൽ ദുരിതം ഇരട്ടിയാകും. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. കടലിനടിയിലൂടെ സഞ്ചരിക്കുന്ന ആഗ്രഹമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? എങ്കിൽ നിങ്ങളുടെ ആഗ്രഹം മറൈൻ എക്സ്പോയിൽ വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. മാത്രമല്ല ഇവിടെ വേറെ പലതും ഉണ്ട്. എന്റെ കൂടെ വന്നാൽ കാണിച്ചു തരാം. നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ അറിയാത്തവർ ആരും കാണില്ല അല്ലേ? സാറിന്റെ ജീവചരിത്രം ഓർമ്മിപ്പിക്കുന്ന ആർട്ട് വർക്ക്സ് ഇവിടെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു.
ഇനി നമുക്ക് കടലിനടിയിലേക്ക് പോയാലോ? ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കഡ് അക്രലിക് അണ്ടർ വാട്ടർ ടണലിലൂടെ കടലിലെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് അടുത്തു കാണാം. മീനുകൾ മാത്രമല്ല ഇവിടെയുള്ളത്. വെള്ളത്തിനടിയിൽ നിന്നും PADI സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്കൂബ ഡൈവേഴ്സ് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നതാണ്. വിദേശത്ത് നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പലതരം എക്സോട്ടിക് പെറ്റ്സ് ഇവിടെ പവലിയനിൽ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നു. കടലിലെ വിസ്മയങ്ങളും കണ്ട് അങ്ങനെ അങ്ങ് പോയാലോ? ഇനിയും ഉണ്ട് ബാക്കി. ഇപ്പോൾ May 20 വരെയുള്ളൂ. ലൊക്കേഷൻ മറക്കണ്ട, കണ്ണൂർ പോലീസ് മൈതാനിയിലാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് വരെ മറൈൻ എക്സ്പോ എൻജോയ് ചെയ്യാം. വാർത്തയിലേക്ക്. 9 ലക്ഷത്തോളം രൂപ വില വരുന്ന മാരക ലഹരി മരുന്നായ മെത്തഫിറ്റമിനുമായി 2 യുവാക്കളെ എക്സൈസ് സംഘം പിടികൂടി. പട്രോളിങ്ങിനിടെ താളിക്കാവ് വെച്ചാണ് 207.84 ഗ്രാം മെത്തഫിറ്റമിനുമായി യുവാക്കളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. പയ്യന്നൂർ വെള്ളോറ കരിപ്പൽ കാവിന് സമീപത്തെ പാണ്ഡികശാല ഹൌസിൽ CK മഹമ്മൂദ് മഷൂദ്, തളിപ്പറമ്പ് കുറ്റിക്കോൾ LP സ്കൂളിന് സമീപത്തെ ചെക്കൻഡകത്ത് മുഹമ്മദ് ആസാദ് എന്നിവരെയാണ് എക്സൈസ് ആൻഡ് ആന്റി നർക്കോട്ടിക്സ് സ്ക്വാഡിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ T ഷറഫുദ്ദീനും സംഘവും അറസ്റ്റ് ചെയ്തത്. വിൽപ്പനയ്ക്കായി എത്തിച്ച 207.84 ഗ്രാം മയക്കുമരുന്നാണ് ഇവരുടെ കൈവശമുണ്ടായിരുന്നത്. ഇതിലൂടെ വൻ മയക്കുമരുന്ന് റാക്കറ്റിലെ കണ്ണികളെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഇന്റർനെറ്റ് വഴി ലൊക്കേഷൻ കാണിച്ച് മയക്കുമരുന്നുകൾ കൈമാറുന്നതിനിടെയാണ് ലക്ഷങ്ങളുടെ ലഹരി മരുന്നുമായി പ്രതികൾ പിടിയിലായത്. അറസ്റ്റിലായ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. റെയ്ഡിൽ എക്സൈസ് ഇൻസ്പെക്ടർ ഷിബുമോൻ, ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഷിബു KC, അബ്ദുൽ നാസർ RP, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷാൻ TK, ഗണേഷ് ബാബു PV, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ സോൾദേവ് എന്നിവരും ഉണ്ടായിരുന്നു. തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം സെക്രട്ടറിയായിരുന്ന KP പവിത്രന്റെ പയ്യാമ്പലത്തെ സ്മൃതി കുടീര സമർപ്പണം നടന്നു. സുന്ദരേശ്വര ക്ഷേത്രം പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് TK രാജേന്ദ്രൻ, സെക്രട്ടറി വിനോദ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അനവസ്ത്രാതിമുട്ടാതെ രക്ഷിച്ചു ഞങ്ങളെ തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, PK പവിത്രന്റെ കുടുംബാംഗങ്ങൾ, സുന്ദരേശ്വര ക്ഷേത്രം പ്രവർത്തകർ, പയ്യാമ്പലം കൗൺസിലർ PV ജയസൂര്യൻ തുടങ്ങിയ പൊതുപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ ഏപ്രിൽ 6-നായിരുന്നു KV പവിത്രൻ അന്തരിച്ചത്. ആർട്ടിസ്റ്റ് ശശികലയാണ് സ്മൃതി കുടീരം രൂപകൽപ്പന ചെയ്തത്. പുരോഗമന കലാസാഹിത്യ സംഘം എടക്കാട് മേഖലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ അവാർഡ് ദാനവും സാംസ്കാരിക സദസ്സും നടന്നു. കുറ്റിക്കകം ദേശോദ്ധാരണ വായനശാല പരിസരത്ത് നടന്ന പരിപാടി പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി MK മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. ഇത്രയൊന്നും വിപുലമായ സംഘടനാ രീതികളും സംഘടനാ പ്രവർത്തകരും ഇല്ലാതിരുന്ന ഒരു കാലത്ത്, ഇത്രയൊന്നും സൗകര്യമില്ലാതിരുന്ന ഒരു കാലത്ത് കണ്ണൂർ ജില്ലയിൽ എല്ലാ ഭാഗത്തും പോയിട്ട് ദാസമാഷ്ട കൂടെ പോയിട്ട് ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്കാണ് അദ്ദേഹം വഹിച്ചത്. അതുകൊണ്ട് തന്നെ കരുണാകരൻ മാഷ്ട പേരിൽ ഒരു അവാർഡ് നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി തോന്നുകയാണ്. അതുപോലെ തന്നെ റസാഖ് കുറ്റിക്കകവും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു മരിക്കുന്ന സമയത്ത്. എല്ലാ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ വരികയും അതുപോലെ തന്നെ എടക്കാട് മേഖലയുടെ ഭാരവാഹി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല ഓർമ്മയുണ്ട്. നമ്മുടെ എല്ലാം കൂടെ വളരെ നിശബ്ദനായി, അധികം വർത്തമാനങ്ങളൊന്നുമില്ലാതെ സൗമ്യനായി റസാഖ് വന്നിരുന്ന കാലം നമ്മളെല്ലാം ഓർമ്മിക്കുന്നുണ്ട്. മൗനജാഥ എന്നു പേരുള്ള ഒരു കഥാസമാഹാരവും ഒരു നോവലും അക്കാലത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദേശാഭിമാനി വാരികയിലായിരുന്നു ഭൂരിഭാഗം കഥകളും അക്കാലത്ത് വന്നിരുന്നത്. റസാഖിനെ പോലെ തന്നെ വളരെ സൗമ്യമായിരുന്നു റസാഖിന്റെ കഥകളും എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്.
റസാഖിൻ്റെ മൗനജാഥ എന്ന് പറയുന്ന കഥാസമാഹാരത്തിൻ്റെ ആമുഖമായി റസാഖ് എഴുതി വെക്കുന്ന ഒരു കാര്യമാണ്. അതിന് എൻ ശശിധരനാണ് അതിൻ്റെ അവതാരിക എഴുതിയത് എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. അതിൽ ആമുഖമായി റസാഖ് എഴുതി വെച്ച ഒരു കാര്യമുണ്ട്. എം കൃഷ്ണൻ നായർ, പുലൻ കൃഷ്ണൻ നായരുടെ സാഹിത്യവാര ഫലത്തിൻ്റെ പുസ്തകം ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. മൊത്തം അതെല്ലാം ശേഖരിച്ചുകൊണ്ടൊരു പുസ്തകം മാതൃഭൂമി ഇറക്കാൻ വേണ്ടി പോവുകയാണ്. എം കൃഷ്ണൻ നായരായിരുന്നു അന്ന് ഓർമ്മിക്കുക. അന്ന് എഴുത്തുകാർ ഏതെങ്കിലും ഒരു വാരികയിൽ ഒരു കഥയോ കവിതയോ ഒക്കെ വന്നാൽ കൃഷ്ണൻ നായർ എന്ത് പറഞ്ഞു വന്നായിരുന്നു അന്ന് എഴുത്തുകാർ നോക്കുക. കൃഷ്ണൻ നായർ നല്ലത് പറഞ്ഞാലും കൃഷ്ണൻ നായർ ആ കഥയെ മോശമായി ചീത്തയായി പറഞ്ഞാലും എല്ലാം അത് എഴുത്തുകാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നെപ്പറ്റി കൃഷ്ണൻ നായർ പറഞ്ഞല്ലോ എന്നാണ് അവർ അഹങ്കരിക്കുക. ആ കാലത്ത് എഴുത്തുകാർ അഹങ്കരിക്കുക. പുരോഗമന കലാസാഹിത്യ സംഘം എടക്കാട് മേഖലാ കമ്മിറ്റി കണ്ണൂർ ജില്ലയിലെ എഴുത്തുകാർക്ക് ഏർപ്പെടുത്തിയ ടി.വി. കരുണാകരൻ സ്മാരക കവിതാ അവാർഡും റസാഖ് കുറ്റിക്കകം കഥാ അവാർഡുമാണ് കുറ്റിക്കകത്ത് വെച്ച് വിതരണം ചെയ്തത്. LSS, USS, LMMS, SSLC, +2 വിജയികളെ ചടങ്ങിൽ അനുമോദിക്കുകയും ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി MK മനോഹരനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ നാരായണൻ കാവുമ്പായി കവിതാ പുരസ്കാരവും TP വേണുഗോപാൽ കഥാ പുരസ്കാരവും വിതരണം ചെയ്തു. ഡോക്ടർ K പ്രസീത കവിതാ അവാർഡും ഷാജി ചെമ്പിലോട് കഥാ അവാർഡും നേടി. പ്രമോദ് വെള്ളച്ചാൽ അനുമോദന പ്രഭാഷണം നടത്തി. മേഖലാ സെക്രട്ടറി KV അജിത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനു ആയിച്ചാങ്കണ്ടി, KV ആരിഫ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഘോഷയാത്രാ സംഘം ഗായകരുടെ ഗാനമേളയും ലക്ഷ്മണൻ ചാലക്കുന്ന് അനുസ്മരണ വേദിയുടെ മത്തായിയുടെ മരണം എന്ന നാടകവും അരങ്ങേറി. പുരോഗമന കലാസാഹിത്യ സംഘം എല്ലാ തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളും അവാർഡുകളും നൽകുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ കവിത, മറ്റൊരു സാഹിത്യങ്ങൾ ഇതൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിലും ഇന്നത്തെ നമ്മുടെ യുവതലമുറ ഈ ആസ്വാദനം അനുഭവിക്കുന്നുണ്ടോ? അതായത് വായന, കവിത രചന, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വായന ഇന്നത്തെ യുവസമൂഹം അനുഭവിക്കുന്നുണ്ടോ? അതിൻ്റെ ഒരു ആസ്വാദനം ഉണ്ടോ അവർക്ക്? തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ് എളിയ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊന്നും എല്ലാ കാലത്തും നമ്മുടെ വായന ഒരേ വിധത്തിലായിരിക്കണമെന്നില്ല. കാലത്തിൻ്റെ ഗതിവേഗങ്ങൾക്കനുസരിച്ച് വായനയിൽ, ആസ്വാദനത്തിൽ, എല്ലാ സർഗാത്മക വ്യവഹാരങ്ങളിലും മാറ്റം ഉണ്ടാവും. ആ മാറ്റം ഇപ്പോഴും പ്രകടമാണ്. വളരെ പഴയൊരു ക്ലാസിക് വായനാ കാലത്ത് തന്നെ ഇപ്പോഴും ഒരു തലമുറ ഉറച്ചു നിൽക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. വായിക്കാനുള്ള അതിൻ്റെ സാമഗ്രികൾ, വായനയുടെ സാധ്യതകൾ വളരെ വലിയ നിലയിൽ വളർന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ വായന എന്നുള്ളത് കേവല പുസ്തക വായന മാത്രമായി ചുരുക്കി കാണുന്നത് കൊണ്ടാണ്. വായന വളരെ വിശാലമായ അർത്ഥമുള്ളൊരു പദമാണ്. എല്ലാറ്റിനെയും മനസ്സിലാക്കുക എന്നുള്ളതാണ് വായനയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഓൺലൈനിൽ വായന വളരെ സമൃദ്ധമായി നടക്കുന്നുണ്ട്. ആശയങ്ങൾ വളരെ നന്നായി കാര്യക്ഷമമായി വിനിമയം ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ സാഹിത്യത്തിൻ്റെയും സർഗാത്മകതയുടെയും മേഖലകൾ ധാരാളം ഇടപെടാനുള്ള സന്ദർഭങ്ങൾ ഉണ്ട്. ഒരു പുതിയ തലമുറ അക്കാര്യത്തിൽ വളരെ ജാഗരൂകമായി ഇടപെടുന്നുണ്ട്. പക്ഷേ തീർച്ചയായും ഈ നവമാധ്യമങ്ങൾ ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്, അങ്ങേയറ്റം ജാഗ്രത പുലർത്തേണ്ടതാണ് എന്ന കാര്യവും ശരിയാണ്. സർ, ഞാനിത് ചോദിക്കാൻ കാരണം ഇന്നത്തെ യുവതലമുറ, അതായത് യുവാക്കൾ അല്ലെങ്കിൽ ഒരു ഹൈസ്കൂൾ ലെവൽ മുതൽ മേലോട്ട് പോകുന്ന കുട്ടികൾ, അവർ കൂടുതലും നമ്മുടെ പണ്ടത്തെ ആ ഒരു വായനാ രീതിയല്ല അവലംബിക്കുന്നത്. അവർ കൂടുതലും ചെയ്യുന്നത് മൊബൈൽ ഫോൺ, അതേമാതിരിയുള്ള ഒരു ദൃശ്യമാധ്യമ രംഗത്തെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ കാണുന്നത്. അത് എത്രത്തോളം ഒരു ഫലപ്രദമാണോ അത്? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെല്ലാ കാലവും ഒരു കുറ്റിക്ക് ചുറ്റും കറങ്ങുന്നത് പോലെയല്ല കാലം എന്ന് പറഞ്ഞത്.
നമ്മൾ ഈ പഴയ തലമുറ പഴയ ഗൃഹാതുരത്വം എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. കാലം മാറുന്നുണ്ട്, അഭിരുചികൾ മാറുന്നുണ്ട്. ആ മാറുന്ന അഭിരുചികൾക്കനുസരിച്ച് നമ്മുടെ പുതിയ തലമുറയുടെ സംവേദനക്ഷമതയും മാറുന്നുണ്ട്. അപ്പോൾ അവർ ഇടപെടുന്നുണ്ട്, സജീവമായി ഇടപെടുന്നുണ്ട്, സാമൂഹ്യ പ്രതിബദ്ധരാണ്. ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ കേരളം ഏറ്റവും വലിയ, അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭീഷണി നേരിട്ട പ്രളയകാലത്ത് വലിയ ആഹ്വാനങ്ങളൊന്നുമില്ലാതെ തന്നെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ സന്നദ്ധരായി പ്രളയത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന കേരളത്തെ രക്ഷിക്കാൻ പ്രത്യക്ഷപ്പെട്ട് നമ്മൾ കണ്ടു. പലപ്പോഴും വാട്സപ്പ് കൂട്ടായ്മയൊക്കെയാണ് അതിന് മുൻകൈ എടുത്തിട്ടുള്ളത്. ഉത്തരവാദപ്പെട്ട യുവനപ്രസ്ഥാനങ്ങളും അതിന് മുൻകൈ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ യുവജനങ്ങളാകെ ഈ വായനയിൽ നിന്ന് മറ്റ് സാമൂഹിക വ്യവഹാരങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. പിന്നെ നമ്മൾ പലപ്പോഴും അതിനിടയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ അനാരോഗ്യകരമായ പ്രവണതകൾ, ചില പുഴുക്കുത്തുകളിലൊക്കെ ഉണ്ടാവും. അതിനെ മാധ്യമങ്ങൾ പർവ്വതീകരിക്കുമ്പോഴാണ് നമ്മൾ വലിയ സാമൂഹ്യ പ്രതിബദ്ധമായ ഒരു തലമുറയെ പലപ്പോഴും ഈകഴ്ത്തി കാണിക്കാൻ ഇടയാവുന്നത്. ഏതായാലും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് പുതിയ തലമുറ വലിയ പ്രതീക്ഷാനിർഭരമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നുണ്ട് എന്നതാണ്. അതനുസരിച്ച് നമ്മുടെ പൊതുലോകവും പൊതുസമൂഹവും ഉയരുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും സാറ് പറഞ്ഞതുപോലെ നമ്മുടെ യുവതലമുറ വായനയിലൂടെ സമൂഹത്തിൽ പ്രബുദ്ധരായി വളരട്ടെ. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. 8ാം മൈൽ വണ്ടർ കിഡ്സ് ഇംഗ്ലീഷ് മീഡിയം പ്രീ സ്കൂൾ കെട്ടിട ഉദ്ഘാടനം നടന്നു. കുറ്റാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജി PP ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പിന്നെ 20 വർഷത്തെ പാരമ്പര്യമുണ്ട്. 20 വർഷം കുട്ടികളെ എന്താ പറയുക, മയിൽ ടൗണിൽ സേവനം ചെയ്ത ഒരു പാരമ്പര്യം കൂടി ഉള്ളതുകൊണ്ട് ഒരു പുതിയ സ്ഥാപനമായിട്ടല്ല, പുതിയ ടീച്ചർമാരെ ആയിട്ടായിരിക്കില്ല കുട്ടികൾ കാണുന്നത്, രക്ഷിതാക്കളും കാണുന്നത്. അപ്പോൾ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇവരെ പരിചയമുള്ളവരാണ്, നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചവരാണ് എന്നുള്ളത് രക്ഷിതാക്കൾക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അതായിരിക്കാം ഈ കെട്ടിടം ഇന്ന് ഈ രീതിയിലേക്ക് ഇവരെ വളർത്താനുള്ള ആ ആത്മവിശ്വാസം ഉണ്ട് ഇവർക്ക്. അതുകൊണ്ടാണല്ലോ എനിക്കൊരു പുതിയ സ്ഥാപനം ഇവിടെ തുടങ്ങിയാൽ ഇതിൽ നിന്ന് നേട്ടം ഉണ്ടാകും, അല്ലെ ഇത് ഒരു സംരംഭമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത്. പിന്നെ നമുക്കറിയാം ഒരു സംരംഭം ഇപ്പോൾ ബാങ്കുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ വ്യവസായ വകുപ്പുമായി ചേർന്നുകൊണ്ടാണ് ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത്. അതുതന്നെ സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ എനിക്കറിയാം പിന്നെ നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും 941 പഞ്ചായത്തുകളിലും അതുപോലെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളിലെല്ലാം എല്ലാ പഞ്ചായത്തുകളിലും ഒരു ഇന്റേണൽ എന്ന വ്യവസായ വകുപ്പിൽ നിന്നൊരു ജീവനക്കാരനെ നിയമനം നടത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് അംഗം യൂസഫ് പാലക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MV കുഞ്ഞിരാമൻ മാസ്റ്റർ, കേണൽ സാവിത്രി അമ്മ കേശവൻ, ബാബു പണ്ണേരി എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. പ്ലേ ഏരിയയുടെ ഉദ്ഘാടനം യൂസഫ് പാലക്കലാണ് നിർവഹിച്ചത്. ചടങ്ങിൽ പ്രിൻസിപ്പൽ സുജാത ടീച്ചർ, സാഹിദ ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ഇളയാവൂർ കാട്ടുമച്ചാൽ പ്രദേശവാസികൾ ദുരിതത്തിൽ. വേനൽമഴ കനക്കുന്നതോടെ പ്രദേശത്തെ റോഡ് ചെളിക്കുളമായി മാറും. ഇരുചക്ര വാഹനങ്ങളും കാൽനട യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി കടന്നുപോകുന്നത്. നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നതിനാലാണ് ഇതുവഴി ഇപ്പോൾ യാത്ര ദുസ്സഹമായി മാറിയത്. കാലവർഷമെടുക്കുന്നതോടെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ തകൃതിയായി നടക്കുന്നുണ്ട്. എന്നാൽ പല ഭാഗങ്ങളിലും റോഡിന്റെ അവസ്ഥ പരിതാപകരവുമാണ്. ഞാൻ ഈ മുണ്ടയാട് കരയൻ റോഡിന്റെ പുതിയതായി വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള സമീപവാസിയാണ്. ഈ റോഡ് ഇത്ര വളരെ ദുരിതാവസ്ഥയിലുള്ള അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിലൂടെ നടന്നു പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. ഒരു മൊത്തം മണ്ണായി നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരാഴ്ച കഴിഞ്ഞാൽ കുട്ടികളുടെ സ്കൂൾ തുറക്കും. കുട്ടികൾ സ്കൂളിൽ പോകാൻ പറ്റത്തില്ല, ഒരു എമർജൻസി ഒരു വണ്ടി പോകാൻ പറ്റത്തില്ല. ഒരു വല്ലാത്തൊരവസ്ഥയായത്. കാരണം ഇത് മൊത്തം ചെവിടി മണ്ണാണ്. ഈ മൊത്തം ചെവിടി മണ്ണ് മഴ പെയ്തു കഴിഞ്ഞാൽ മൊത്തം ചെളിയും മണ്ണുമായിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം നോർമലാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു മഴ പെയ്യുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് പലയിടത്തും പണി നടന്നു വരുന്നതേയുള്ളൂ. മേൽപ്പാല നിർമ്മാണത്തിനായി തൂണുകൾ വാർത്തും മണൽ കൂട്ടിയിട്ടതും വേനൽ മഴ ചാറിയതോടെ ചെളി നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ ഏറെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് കാട്ടുമച്ചാൽ എളയാവൂർ അമ്പല റോഡ്. ഇതുവഴി ഭയത്തോടെയല്ലാതെ ഇരുചക്ര വാഹനങ്ങൾക്ക് കടന്നുപോകാനാവില്ല. മാത്രവുമല്ല 2 ആഴ്ച കൂടെ കഴിയുന്നതോടെ സ്കൂൾ തുറക്കും. പിന്നെ പുത്തൻ യൂണിഫോമിലെത്തുന്ന കുട്ടികളെ കാത്തിരിക്കുക ഈ ചെളിക്കൊണ്ടാണ്. മഴ കനത്താൽ പിന്നെ നടവഴി പോലും ഇതുവഴി പ്രതീക്ഷിക്കരുത്. നമ്മുടെ ഈ എളയാവൂർ കാട്ടുമച്ചാൽ റോഡിൽ ഹൈവേ ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് ഈ മഴ തുടങ്ങുന്നതോടുകൂടി ഇതിലെ കൂടിയുള്ള യാത്ര വളരെ ദുഷ്കരമായിരിക്കും. ഇവിടെയുള്ള ഈ മണ്ണിട്ട ചെളി മുഴുവനും
പിന്നെ റോഡിലേക്കൂടെ വന്നിട്ട് വാഹനങ്ങൾക്ക് പോകാനും യാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാൽനട യാത്രക്കാർക്കും വളരെ ദുഷ്കരമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് വേണ്ടപ്പെട്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും എത്രയും പെട്ടെന്ന് മഴയ്ക്ക് മുന്നേ തീരുമാനം എടുക്കേണ്ടതാണെന്ന് എല്ലാവരുടെയും വാഹനം പോകുന്ന കൂട്ടരുടെയും യാത്രക്കാരുടെയും എല്ലാം അപേക്ഷയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ റോട്ടിലോട്ട് ആർക്കും പോകാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്ത് ഈ അളിയാർ ഭാഗത്ത് മുണ്ടിയാട് റോഡ് ടച്ച് ചെയ്യുന്ന റോഡായിരുന്നു. ഇത് പിന്നെ വെള്ളം കയറി കഴിഞ്ഞാൽ ഇതിലൂടെ ആർക്കും പോകാൻ പറ്റില്ല. പിന്നെ ഇതിലൂടെ വഴി ആർക്കും പോകാൻ പറ്റില്ല. അതുകൊണ്ട് അടിയന്തരമായി ആരെല്ലാം ഇതിൻ്റെ സഹകരിക്കാൻ പറ്റുമോ എല്ലാവരും സഹകരിച്ച് ഈ റോഡ് ഇന്ന് പൊന്തിച്ച് കൊടുത്തിട്ട് വെള്ളം സൈഡിലോട്ട് കൊടുത്തിട്ട് പോകാൻ വേണ്ടിയൊരു സംവിധാനം ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. മുണ്ടയാടുമായി ബന്ധിപ്പിക്കുന്ന ഒരു നാടിന്റെ തന്നെ ആശ്രയമായ പൊതുവഴി അധികാരികൾ ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ പരാതി പറയുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും ദേശീയപാത അതോറിറ്റി ജീവനക്കാരെങ്കിലും ഇതുവഴി ഒന്ന് വന്ന് നോക്കണമെന്ന ആവശ്യവും ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നമ്മൾ ഈ കാട്ടുവച്ചാൽ റോഡ്, പന്നിക്കുന്ന റോഡ്, നമ്മൾ ബൈത്ര പിടിക്കുന്ന വരുമ്പോഴുള്ള റോഡ് നാഷണൽ ഹൈവേൻ്റെ ഭാഗമായിട്ട് പണിയുന്ന ഫില്ലറിൻ്റെ അടിഭാഗം ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു പ്രദേശമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ചളിയും മണ്ണും വന്ന് നിറഞ്ഞ് ഇപ്പോൾ റോഡ് തന്നെ ഇല്ലാതായിരിക്കുക. അതുകൊണ്ട് ശാശ്വത പരിഹാരം എന്തായാലും വേണം നമുക്ക്. സൈഡ് റോഡ് കിട്ടിയേ പറ്റും. ഇതുവരെ സൈഡ് റോഡ് ആക്കിയിട്ടില്ല. അവർ ഉണ്ടാവുമെന്ന് പറഞ്ഞതാണ്, ഇതുവരെ വന്നില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു പരിഹാരം എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇതിൻ്റെ PWDയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്. കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് നമ്മളിത് കാണേണ്ടത്. കാൽനട യാത്രക്കാർ നമുക്ക് ഇതിനകത്ത് കൂടെ നടന്നിട്ട് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് നിലവിലുള്ളത്. നാടിനൊരു വികസനത്തിന് വേണ്ടിയിട്ട് ജനങ്ങളിൽ സഹകരിക്കുമ്പോൾ ജനങ്ങൾക്ക് നടന്നിട്ട് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്കാണ് പോകുന്നത്. അവരോട് കുറേ പ്രാവശ്യം പറഞ്ഞു റോഡ് അതിൻ്റെ നടന്നിട്ട് പോകേണ്ട വിധത്തിൽ അതൊന്ന് ശരിയാക്കുന്നുണ്ട്. കുറച്ച് നല്ല മോശമില്ലാത്ത വിധത്തിൽ ഒരു കുറച്ച് ഹൈറ്റ് കൂട്ടി അപ്പുറത്തും ഇപ്പുറത്തും മണ്ണ് വരുന്നത് കുറച്ച് ബ്ലോക്ക് ചെയ്തിട്ടെല്ലാകുമ്പോൾ ജനങ്ങൾക്ക് നടന്നിട്ട് പോകാനൊരു സൗകര്യങ്ങളും ഉണ്ടാവും. വാഹനം എങ്ങനെയെങ്കിലും പോകും, വളഞ്ഞിട്ടെല്ലാം പോകും. പക്ഷെ നടന്നിട്ട് പോകേണ്ടവരുടെ കാര്യം വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയല്ലേ. അതിനുവേണ്ടി പെട്ടെന്ന് അധികാരികൾ ബന്ധപ്പെട്ട് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒന്നുകിൽ ബദൽ മാർഗമൊരുക്കുക, അല്ലെങ്കിൽ മണ്ണ് റോഡിലേക്ക് പടരാതിരിക്കാനുള്ള വഴിയെങ്കിലും ബന്ധപ്പെട്ടവർ കണ്ടെത്തുക. അതുമല്ലെങ്കിൽ മണ്ണിട്ട് റോഡ് ഉയർത്തി നൽകുക. ഇങ്ങനെ പോംവഴികൾ പലതും നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എങ്കിലും മഴ കനത്താൽ ഇതുവഴി റോഡുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് തന്നെ വരും. അതാവും ഈ കാലവർഷം എളയാവൂർ നാട്ടുകാർക്ക് സമ്മാനിക്കുക. സിറ്റി ന്യൂസ്, കണ്ണൂർ. കക്കാട് സെൻട്രൽ റെസിഡൻസ് അസോസിയേഷൻ ഫുഡ് ഫെസ്റ്റ് നടത്തി. പരിപാടി പുലരി ഹോട്ടലിന് സമീപമുള്ള ഹരിശ്ചന്ദ്ര വീവിംഗ് മിൽക്ക് ഗ്രൗണ്ടിൽ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വളരെയേറെ ആകർഷകമായിട്ടുണ്ട്, രുചികരമായിട്ടുണ്ട്, ആസ്വാദ്യകരമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ നമ്മുടെ സഹോദരിമാരും അമ്മമാരും ഇഷ്ടപ്പെട്ടവരെല്ലാം തന്നെ ശ്രമിച്ചാൽ വളരെ രുചികരമായ ആരോഗ്യദായകമായ ഭക്ഷണപദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് ഇന്നത്തെ രുചികരമായ ഭക്ഷണം. ചെറിയ മക്കൾ വരെ ഉണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അങ്ങനെ വാസ്തവത്തിൽ ഒരു അത്ഭുതകരമായ നിലയിലുള്ളതാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. 13 വർഷം മുന്നേ രൂപീകരിച്ച കൂട്ടായ്മയാണ് കക്കാട് സെൻട്രൽ റെസിഡൻസ് അസോസിയേഷൻ. ഇത് 2ാം തവണയാണ് ഫുഡ് ഫെസ്റ്റിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി ഭംഗിയായി നടത്തുന്നതും. വിവിധ വീടുകളിൽ നിന്നും രുചിവൈവിധ്യം നിറഞ്ഞതും സ്വാദിഷ്ടവുമായ വിഭവങ്ങൾ ഉണ്ടാക്കിയെടുത്ത് സ്റ്റാളിൽ വിൽപ്പന നടത്തുന്ന രീതിയിലാണ് ഫുഡ് ഫെസ്റ്റ് ഒരുക്കിയത്. 20ഓളം സ്റ്റാളുകളും 100ലധികം വിഭവങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു. ഒരു ചെറിയൊരാളെ നടത്തുന്ന ഒരു സ്റ്റാളിൻ്റെ ഇവിടെ പറ എന്തൊക്കെയാ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയത്? ന്യൂട്രിമിക്സ് ഉണ്ട, ഉപ്പിലിട്ടത്, എന്തത് ഉപ്പിലിട്ടത് അതെന്താ ഉപ്പിലിട്ട ക്യാരറ്റ് അല്ലേ? ഓക്കെ. കസ്കസിന്റെ സ്ക്വാഷ്, കോളിഫ്ലവർ ഫ്രൈ, പായസം, കട്ട്ലറ്റ്.
കട്ട്ലറ്റ്. ഇതൊക്കെ അമ്മയാണോ ഉണ്ടാക്കി തന്നെ? പിന്നെ നീ തന്നെ ആക്കിയത്? ഓ അടിപൊളി, സൂപ്പർ സൂപ്പർ. ഫുഡ് ഫെസ്റ്റിൽ നിന്നും കഴിക്കാനും പാർസൽ ചെയ്ത് വാങ്ങാനുമുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. ചടങ്ങിൽ കക്കാട് സെൻട്രൽ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി മനോജ് CK, പ്രസിഡന്റ് വിനുഭായ് പ്രഭാകരൻ, ജോയിന്റ് സെക്രട്ടറിമാരായ കാരായി ദിവാകരൻ, മഞ്ജുള, വിശാലാക്ഷൻ, ട്രഷറർ ശ്രീജിത്ത്, വൈസ് പ്രസിഡന്റുമാരായ അജയ് PP, വസുമതി ദാമോദരൻ എന്നിവരും പങ്കെടുത്തു. എല്ലാ വീടും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ നാടൻ നമ്മുടെ വീടുകളിൽ നമ്മുടെ സഹോദരിമാർ ഉണ്ടാക്കുന്നതായതുകൊണ്ട് അതിനതിൻ്റെതായ രുചിയുണ്ട്, ആകർഷകത്വമുണ്ട്, ആസ്വാദ്യതയുണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ പ്രത്യേകത. വീട്ടുകാരെ അവന് കക്കാട് സാർ മുഴുവൻ ഈ കുട്ടി ഉണ്ടാക്കിയ സാധനങ്ങളായത്. എത്ര ദിവസം കൊണ്ട് ഉണ്ടാക്കിയത്? എത്ര സമയം എടുത്ത് ഉണ്ടാക്കാൻ? നോക്കിയതാ, ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയതാ? ആ അരിയുണ്ടേ? ശരിക്കും പറയുമ്പോൾ ന്യൂട്രിമിക്സ് ഇതെല്ലാം ഇതിൽപ്പെട്ടതാ? ന്യൂട്രിമിക്സ് പെട്ടതാ? ഇത് നെല്ലിക്ക നല്ലതാ. എന്താ പായസ? ചപ്പാത്തിയാ? ചിക്കൻ. സ്നേഹക്കൂട്ടായ്മയും സഹകരണവും ഉറപ്പുവരുത്തുകയാണ് ഇത്തരം ഫുഡ് ഫെസ്റ്റുകളിലൂടെ പ്രധാന ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇവിടെ ഫുഡ് ഫെസ്റ്റിവൽ കക്കാട് റെസിഡൻസ് അസോസിയേഷൻ്റെ വകയാണ്. ഇവിടുത്തെ ഫുഡൊക്കെ കാണുമ്പോൾ നമ്മൾ പണ്ട് ഈ ചെറിയ പ്രായത്തിലൊക്കെ കേട്ടിട്ടില്ലേ, വായിൽ കപ്പലോടുക എന്നുള്ളത്. ഇപ്പോൾ നിലവിൽ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇത് സംഘടിപ്പിച്ച സംഘാടകർ നമ്മുടെ ഒപ്പം ഉണ്ട്. അവർ തന്നെ പറയട്ടെ ഇതിൻ്റെ ഒരു ടേസ്റ്റും കാര്യവും ഏതൊക്കെ രീതിയിലാണ്. കക്കാട് സെൻട്രൽ റെസിഡൻസ് അസോസിയേഷൻ്റെ അഭിമാനമുഹൂർത്തമാണ് ഇന്ന്. ഞങ്ങൾ നടത്തുന്ന രണ്ടാമത്തെ ഫുഡ് ഫെസ്റ്റിവലാണിത്. നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 13 വർഷത്തോളമായി. പിന്നെ ഇന്ന് ഇവിടെ നമ്മുടെ പ്രദേശത്തുള്ള വീടുകളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത രുചി വൈവിധ്യം നിറഞ്ഞതും സ്വാദുള്ളതുമായ ഒട്ടേറെ വിഭവങ്ങൾ ഇവിടെ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് ഇവിടെ വന്ന് ഭക്ഷിക്കുകയും അതേപോലെ തന്നെ പാർസലാക്കി കൊണ്ടുപോകാനുള്ള സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 20ഓളം സ്റ്റാളുകൾ ഇവിടെ ഇതിനു വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് പിന്നെ നല്ലവണ്ണം എല്ലാവരും, അതുപോലെ തന്നെ മറ്റുള്ള കലാപരിപാടികളും ഇവിടെ നടക്കുന്നതായിരിക്കും. ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ വെറും ഇങ്ങനെ ഒരു ഭക്ഷ്യമേള സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ ഒരു സ്നേഹക്കൂട്ടായ്മ ഇതിലൂടെ അതുപോലെ തന്നെ സഹകരണവും ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാന ലക്ഷ്യം. ഇപ്പോൾ ഞങ്ങളുടെ പിന്നെ പ്രധാനപ്പെട്ട മെമ്പർമാർ, എക്സിക്യൂട്ടീവ് മെമ്പർമാരടക്കം പലരും ഇതിൻ്റെ പിന്നിൽ പിന്നെ സ്റ്റാൾ എടുത്തിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കക്കാട് സെൻട്രൽ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് ശ്രീമതി വിനുഭായ് പ്രഭാകരൻ. അവർ ആഡ് ചെയ്തിട്ട് കുറച്ച് സംസാരിക്കുന്നതായിരിക്കും. മാഡം പറയൂ, ഇതാ ഇപ്പോൾ നമ്മുടെ ഇവിടെ നിൽക്കുമ്പോഴേ തന്നെ കേക്കിൻ്റെ ഒക്കെ മണ്ണടിക്കുമ്പോഴത്തേക്ക് അങ്ങ് എടുത്ത് തിന്നാൻ തോന്നുന്നുണ്ട് കേട്ടോ. അല്ലേ, നല്ല രുചിയുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണല്ലോ. അപ്പം അതിൽ മായമൊന്നുമില്ല, മായമൊന്നും ചേർക്കാത്തതാണ്. അപ്പം എല്ലാവരും നല്ലൊരു മത്സര ബുദ്ധിയോട് കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ വീട്ടിൽ നിന്ന് ഓരോ ആളും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ്. അല്ലാതെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു സാധനവും ഇതിലില്ല. എല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ഇതിപ്പം 18 സ്റ്റോളുണ്ട് നമ്മളത്. 18 സ്റ്റോളിലും എല്ലാവരും ഇങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന സാധനം. വെറൈറ്റി ആയിട്ട് ജ്യൂസസ് ഒക്കെ ഉണ്ട്. ജ്യൂസ് ഉണ്ട്, സർബത്ത് എല്ലാം ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. അതും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് തന്നെ. എല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് തന്നെ. 9:30 മണി വരെ, 5 മണി മുതൽ 9:30 മണി ഉണ്ടാവും. ഇഷ്ടംപോലെ ഈ ചുറ്റുപാടുള്ള ആൾക്കാർക്കെല്ലാം നല്ലൊരു ഇതാണ്. 2018 ആദ്യം നടത്തിയത്. ഇതേപോലെ തന്നെ അതും നന്നായി നല്ലവണ്ണം വിജയിച്ചൊരു ഫുഡ് ഫെസ്റ്റിവലാണ്. അപ്പം എന്തായാലും ഇത് ഒന്നും കൂടി നടത്തുന്നിട്ട് നമ്മൾ അസോസിയേഷൻ ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഇപ്പം നിയറസ്റ്റ് ഒരു 10 ദിവസത്തിന് മുന്നേ തീരുമാനിച്ചതേ ഉള്ളൂ. നല്ലൊരു കൂട്ടായ്മയാണ് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ. എല്ലാ പരിപാടികളും നടത്തുമ്പോൾ നമുക്ക് നല്ലൊരു കൂട്ടായ്മയാണ്. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. അരങ്ങ് 2024 കണ്ണൂർ കോർപ്പറേഷൻ കുടുംബശ്രീ CDS 26ാം വാർഷികാഘോഷം സാധു കല്യാണ മണ്ഡപത്തിൽ നടന്നു.
രജിസ്ട്രേഷൻ മ്യൂസിയം, പുരാവസ്തു പുരാരേഖാ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ അതിൻ്റെ മുന്നേറ്റവും വളർച്ചയുമെല്ലാം സമൂഹത്തിൻ്റെ മുഖശ്രീയായി പരിരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീ സമൂഹത്തിൻ്റെ ഒരു ആത്മഹർഷമായി, സ്ത്രീ സമൂഹത്തിൻ്റെ ശബ്ദഘോഷങ്ങളായി, സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ കർമ്മതലങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നവരുടെ, കർമ്മശേഷിയെ പ്രയോജനപ്പെടുത്തുന്നവരുടെ ഏറ്റവും ശ്രദ്ധേയമായ കൂട്ടായ്മയാണ് നമ്മുടെ കുടുംബശ്രീ. ഏത് ചടങ്ങുകളിലും കുടുംബശ്രീ ഒരു ഘടകമാണ്. കുടുംബശ്രീ ഒരു ഘടകമായി മാറിയത് തന്നെ സ്ത്രീ സമത്വത്തിൻ്റെ, സ്ത്രീ സുരക്ഷയുടെ ഒക്കെയുള്ള ഒരു വലിയ വിപുലമായ കാഴ്ചപ്പാടിൻ്റെ പശ്ചാത്തലത്തിലാണ്. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ കുടുംബശ്രീ മുഖ്യമായ പങ്കുവഹിക്കുകയാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീമ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. വി ജ്യോതിലക്ഷ്മി, കൗൺസിലർമാരായ BV കൗലത്ത്, CDS വൈസ് ചെയർപേഴ്സൺ VG വിനിത തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയൊരു വനിതകളുടെ ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ. അതോടൊപ്പം തന്നെ പറയാനുള്ളത് നമ്മുടെ കലാലയ ജീവിതം കഴിഞ്ഞു കഴിഞ്ഞാൽ മത്സരത്തിൽ പങ്കെടുക്കാൻ നമുക്ക് ഏറ്റവും ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു വേദിയാണ് കുടുംബശ്രീ കലോത്സവം. ഈ പരിപാടി പ്രായഭേദമന്യേ എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ തവണ അരങ്ങേറി 2024 ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്ക് വേറെ മത്സരവും കുടുംബശ്രീ അംഗങ്ങൾക്ക് വേറെയായിട്ട് 2 രീതിയിലാണ് മത്സരങ്ങൾ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണയൊക്കെ ജൂനിയർ സീനിയർ മത്സരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ കുടുംബശ്രീ അംഗങ്ങൾക്കായി പ്രത്യേക മത്സരം, ഓക്സിലറി ഗ്രൂപ്പിന് പ്രത്യേക മത്സരമായിട്ടാണ് നടക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ CDS നല്ല രീതിയിൽ തന്നെ ഏകദേശം 25 ഡിവിഷനിലായിട്ട് 1200 കുടുംബശ്രീകളാണ്. എല്ലാവരും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 7 ദിവസം നീണ്ടു നിൽക്കുന്ന പിണറായി പെരുമക്ക് തിരിതെളിഞ്ഞു. ലോകം മുഴുവൻ പിണറായിയിലേക്ക് ഉറ്റുനോക്കുന്ന പരിപാടിയായി പെരുമ മാറിയെന്ന് മന്ത്രി K രാധാകൃഷ്ണൻ. ഇനി പിണറായി ദേശത്ത് ആഘോഷരാവ്. ട്രഷർ ഹണ്ട് മോഡലിൽ MDMA വിൽപ്പന. 2 യുവാക്കൾ എക്സൈസ് കസ്റ്റഡിയിൽ. മയക്കുമരുന്ന് ഒളിച്ചുവെച്ച സ്ഥലത്തെ ഫോട്ടോ അയക്കുന്ന പുത്തൻ രീതി കണ്ണൂരിൽ ഇതാദ്യം. ദേശീയപാത വികസനം ദുരിതം താണ്ടി ഇളയാവൂർ കാട്ടുമ്മൽ ചിറ നിവാസികൾ. ചെളി നിറഞ്ഞ റോഡിലൂടെ കടന്നുപോവുക അതികഠിനം. കാലവർഷം തുടങ്ങുകയും സ്കൂൾ തുറക്കുകയും ചെയ്താൽ ദുരിതം ഇരട്ടിയാകും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.